ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖല്ലേ? വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല. ഫുള്ള് തിരക്കും, കല്യാണം, അത് കഴിഞ്ഞിട്ടുള്ള ട്രിപ്പ്, അത് കഴിഞ്ഞിട്ടുള്ള സൽക്കാരം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ബാക്കിൽ തിരക്കേന്. അപ്പോൾ ഇത് കുറേ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ഞാൻ ഇപ്പാണ് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തിടണത്. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ മോളെ ബർത്ത്ഡേ ആയതുകൊണ്ട് സർപ്രൈസ് ആയിട്ട് ഏതെങ്കിലും കേക്കും ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോകാം. അങ്ങനെ വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അത്യാവശ്യം നല്ല ദൂരമുണ്ട് സിസ്റ്ററുടെ വീട്ടിലേക്ക് പോകാന്. താമരശ്ശേരിയാട്ടോ. അപ്പൊ ഇവിടെ ഞങ്ങൾ നിൽക്കുന്നിടത്ത് നല്ല നല്ല ദൂരമുണ്ട്. അപ്പം ഇപ്പൊ ഈ റോഡ് ഇങ്ങനെ മാറിയതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ എത്താൻ പറ്റും. പക്ഷെ എനിക്ക് ആ പഴയ റോഡാട്ടോ ഇഷ്ടം. 2 സൈഡും നല്ല വലിയ മരങ്ങളൊക്കെ ആയിട്ട് ബൈക്കിലൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. ഇപ്പൊ ബൈക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ചൂടെടുക്കും. അങ്ങനത്തെ രീതിയിലാട്ടോ. പിന്നെ സ്പീഡ് ബേസ് നോക്കാച്ചാ നമുക്ക് വേഗം എത്താൻ പറ്റും. അങ്ങനെ ഇത് എക്സിറ്റ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടും ചെയ്ത്. കുറച്ച് ദൂരം എത്തിയതിന് ശേഷമാണ് മനസ്സിലായത് ഞങ്ങൾ പോണ റൂട്ട് ശരിയില്ല. തെറ്റിപ്പോയിന്ന് മനസ്സിലായത്. അങ്ങനെ വീണ്ടും തിരിച്ചങ്ങനെ എന്തൊക്കെയോ ആക്കി നേരെ പോയി. അപ്പൊ പോയി കുറച്ചാണ്ട് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാനുള്ളൊരു മൂഡ് വന്നു എല്ലാവർക്കും. എന്നാ പിന്നെ ചായ കുടിച്ച് പോവാം. അങ്ങനെ അവിടെ ഇറങ്ങി ഏകദേശം ഞങ്ങൾ ആ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞിട്ടോ. താമരശ്ശേരി ആ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് അപ്പൊ ആ ചായ കുടിക്കണ അവിടുത്തെ ആള് പറഞ്ഞത് ഞങ്ങളങ്ങനെ ചോദിച്ചു ഇവിടെ കേക്കിന്റെ ഷോപ്പ് അങ്ങനെ എവിടെയുള്ളതെന്ന് വെറുതെ ചോദിച്ചതിന്. അപ്പൊ ഓരോ സ്ഥലം റെക്കമെൻഡ് ചെയ്ത് അവർ ഹോം മെയ്ഡ് ആണ്, നല്ലതാണ്, ഒരു ഉണ്ടാക്കണതാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ പക്ഷേ അവിടെ ചെറിയ കേക്കുകളേ ഉള്ളൂ. കാരണം നമ്മൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വലിയ കേക്കുകളൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അവിടെ എനിക്ക് തോന്നുന്നു ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഈ ലേഡീസ് ആട്ടോ അധികം ഈ കേക്ക് ഉണ്ടാക്കണത്. അങ്ങനെ അവിടുന്ന് കുറച്ച് ബേക്കറി ഏതായാലും ആ വീഡിയോയിൽ വന്നതല്ലേ വിചാരിച്ചിട്ട് അവിടുന്ന് ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഡ്രസ്സൊക്കെ ആദ്യം വാങ്ങി ആ ചായ കുടിക്കുന്ന ആ ഒരു ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു ഡ്രസ്സിന്റെ ഷോപ്പ്. ഈ ബേബീസിന്റെ. അപ്പൊ അവിടുന്ന് ഡ്രസ്സ് വാങ്ങി. പിന്നെ വേറൊരു ഷോപ്പ് തപ്പി ഞങ്ങൾ അവിടെ പോയി പേരൊക്കെ എഴുതിച്ച്. പേര് എഴുതിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ആ കേക്കിൽ പേര് എഴുതണ ആൾ ഒന്നും കൂടി നല്ല കാണിച്ചു തരാം, വീഡിയോ എടുത്തോ. ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഇടാനാന്ന് പറഞ്ഞപ്പോൾ എന്നാ വീഡിയോ എടുത്തോന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ല സപ്പോർട്ട് തന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ കേക്ക് എഴുതണ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ വരണ കാര്യമൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ ഈ ദിവസം തന്നെ ഹസ്ബൻഡിന് വേറൊരു കസിൻ സിസ്റ്ററിൻ്റെ മോളെ ബർത്ത്ഡേയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മോക്കും കൂടി ഞങ്ങളൊരു ഡ്രസ്സ് വാങ്ങി പാക്ക് ചെയ്ത്. അപ്പം ഞാൻ കാറിൽ തന്നെ ഇരുന്നു കേട്ടോ. ഞാൻ ആകെ ടയേർഡായി. ഓൾറെഡി നമ്മൾ എന്താ പറയുക ഫ്ലൈറ്റിലൊക്കെ വന്ന ആ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു വീഡിയോസ് എടുക്കണേന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡാണ് വീഡിയോ എടുക്കുന്നത്, ഡ്രസ്സ് പാക്ക് ചെയ്യണ വീഡിയോ ഒക്കെ എനിക്ക് എടുത്തു തന്നു കേട്ടോ. അപ്പം ആ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആളില്ല. ഓരവിടെ ഇല്ല. പക്ഷെ അവിടെ ഉമ്മ ഉണ്ട്. ഞങ്ങൾ ഗിഫ്റ്റ് അവിടെ കൊടുത്തിട്ട് ഞങ്ങൾ ഏതായാലും ആ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് പ്ലാൻ ചെയ്ത്. അങ്ങനെ വീട്ടിൽ പോയി. രാത്രി ഈ കസിൻ സിസ്റ്ററെ മോളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് ഒരു ചെറുമാതിരി ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാത്രി അവിടെ ചെന്ന് എന്താ പറയുക മന്തി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ്. അപ്പം എല്ലാവരും നല്ല ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കുറച്ച് പാട്ടൊക്കെ പാടി സെലിബ്രേറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.
ഹാഫ് കൊണ്ടാട്ടം അതൊക്കെ ഇങ്ങോട്ട് വെക്കും. അങ്ങോട്ട് കൊടുക്കട്ടോ.